മറ്റൊരു നവംബർ 8 കൂടി വരികയാണ്. നോട്ട് നിരോധനത്തിൻ്റെ 9ാം വാർഷികം. നോട്ട് നിരോധിച്ചതുകൊണ്ട് രാജ്യത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുകൊണ്ടുണ്ടായ ഗുണങ്ങളെന്താണ്, ദോഷങ്ങളെന്താണ്, രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ നിരവധി ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നു കഴിഞ്ഞതാണ്. മോദി ചെയ്ത വലിയ മണ്ടത്തരമാണ് ഇത് എന്ന് ചില സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. രാജ്യത്തിൻ്റെ അനൗപചാരിക സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിഞ്ഞുവെന്നാണ് അതിൻ്റെ കാരണമായി അവർ പറയുന്നത്. നോട്ട് നിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പറഞ്ഞിരുന്ന കള്ളപ്പണം ഇല്ലാതാക്കൽ, അഴിമതി ഇല്ലാതാക്കൽ, കള്ളനോട്ടില്ലാതാക്കൽ, ഭീകരപ്രവർത്തനം ഇല്ലാതാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെട്ടില്ല എന്നും തെളിഞ്ഞു കഴിഞ്ഞതാണ്. ആകെയുണ്ടായ നേട്ടം ഡിജിറ്റൽ പണമിടപാട് കമ്പനിക്കാർക്കാണ്. ഇന്ത്യൻ കറൻസിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമാവുകയും ആളുകൾ കറൻസിക്ക് പകരം ഡിജിറ്റൽ മണി ആശ്രയിക്കുകയും ചെയ്തു എന്നതാണ് ഈ നേട്ടം. ഇന്ത്യക്കാർക്ക് 8ന്റെ പണി കിട്ടിയതിൻ്റെ 9ാം വാർഷികത്തിൽ നോട്ട് നിരോധനത്തിന് പിന്നിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇന്ത്യൻ നോട്ടിൻ്റെ അധികമാരും അറിയാത്ത കഥകൾ. നോട്ട് നിരോധനത്തിൽ അധികമാരും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ. ഒരു ദിവസം രാത്രി 8 മണിക്ക് രാജ്യത്ത് അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നാട്ടുകാരെ ഞെട്ടിച്ച വളരെ രഹസ്യാത്മകമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കിയത് തന്നെയായിരുന്നോ നോട്ട് നിരോധനം? ഈ നിരോധനം നേരത്തെ അറിഞ്ഞവരുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? നോട്ട് നിരോധനം വളരെ രഹസ്യമായിരുന്നു എന്ന് നമുക്കറിയാം. പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്ത് അത് വലിയ ഷോക്കാണ് ഉണ്ടാക്കിയത്. കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്നവരൊക്കെ കുടുങ്ങുമെന്ന് പലരും സന്തോഷിച്ചു. കള്ളപ്പണം മാറ്റാൻ കഴിയാതെ അത് പുഴയിലും കടലിലുമൊക്കെ എറിയുമെന്ന് വിചാരിച്ചവരുമുണ്ട്. എന്നാൽ നിരോധിച്ച നോട്ടുകളിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിയതോടെ കള്ളപ്പണം നോട്ടുകളായി ആളുകൾ സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത് എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ മോദിയുടെ നോട്ട് നിരോധനം എത്ര രഹസ്യാത്മകമായിരുന്നു എന്ന് ആദ്യം പരിശോധിക്കാം. ഗുജറാത്തിലെ ഒരു പ്രാദേശിക ഗുജറാത്തി പത്രമാണ് അഖില. 2016 ഏപ്രിൽ 1 ആ പത്രം ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. ചള്ളാമാധി 500,000 നോട്ട് നാബൂദ് കർവാ നിർണയ് എന്നാണ് തലക്കെട്ട്. ഇതിൻ്റെ അർത്ഥം 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ സർക്കുലേഷനിൽ നിന്ന് പിൻവലിക്കുന്നു എന്നാണ്. മോദി നോട്ട് നിരോധിക്കുന്നതിന് 7 മാസം മുമ്പ് തന്നെ ഗുജറാത്തിലെ ഒരു സായാഹ്ന പത്രം നോട്ട് നിരോധിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചു. നോട്ട് നിരോധനം കഴിഞ്ഞ് പല മാധ്യമങ്ങളും ഈ അത്ഭുത പ്രവചന വാർത്ത കണ്ടെത്തി. മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഒരു ഗുജറാത്തി സായാഹ്ന പത്രം പണ്ടേ അറിഞ്ഞതാണെന്ന് വരുന്നത് മോദിക്ക് നാണക്കേടാണല്ലോ. ഏപ്രിൽ 1 പ്രസിദ്ധീകരിച്ചതായതിനാൽ അത് ഏപ്രിൽ ഫൂൾ വാർത്തയായിരുന്നു എന്നായിരുന്നു അവരുടെ വിശദീകരണം. എന്നാലും തങ്ങളുടെ ഏപ്രിൽ ഫൂൾ വാർത്ത മോദിജി എങ്ങനെ കൃത്യമായി നടപ്പാക്കിയെന്ന് ആ പത്രത്തിൻ്റെ എഡിറ്റർ കീരിത് ഗണ്ഡാര അത്ഭുതപ്പെടുകയും ചെയ്തു. നോട്ട് നിരോധനത്തിന് 1 മാസം മുമ്പ്, അതായത് 2016 ഒക്ടോബർ 12 തെലുഗുദേശം നേതാവ് ചന്ദ്രബാബു നായിഡു 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്ത് അഴിമതി പെരുകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇതാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയെ കത്തെഴുതുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഗുജറാത്തി പത്രത്തിന് തങ്ങളുടെ വാർത്ത ഏപ്രിൽ ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞ് തടിതപ്പാനായെങ്കിലും ഒക്ടോബർ 27 ഹിന്ദി പത്രമായ ദൈനിക് ജാഗരൻ്റെ കാൺപൂർ എഡിഷനിൽ നോട്ട് നിരോധന വാർത്ത അച്ചടിച്ചു വന്നു. ബ്രജേഷ് ദുബെ എന്ന സാമ്പത്തികകാര്യ ലേഖകനാണ് വാർത്ത കൊടുത്തത്. അദ്ദേഹം പക്ഷേ അത് ഏപ്രിൽ ഫുൾ ആണെന്നൊന്നും പറഞ്ഞില്ല. BJPയുടെ പശ്ചിമ ബംഗാൾ ഘടകം നോട്ട് നിരോധനത്തിന് 8 ദിവസം മുൻപ് കൊൽക്കത്തയിലെ ഒരു ബാങ്കിൽ 3 കോടി രൂപ നിക്ഷേപിച്ചു. മോദിയുടെ നോട്ട് നിരോധനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് മറ്റൊരു 40 ലക്ഷവും നിക്ഷേപിച്ചു. യാദൃച്ഛികമായിരിക്കും. ഇങ്ങനെയുള്ള ബാങ്ക് നിക്ഷേപത്തെക്കുറിച്ച് വാർത്തകളൊക്കെ പിന്നീട് ധാരാളം വന്നു. പൊതുമേഖലാ ബാങ്കുകളിലേക്ക് അടുത്ത 4 വർഷം കൊണ്ട് 70,000 കോടി രൂപ കൊണ്ടുവരുമെന്ന് അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി നോട്ട് നിരോധനത്തിന് 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ആ സമയത്ത് സമ്പന്നർ ബാങ്ക് വായ്പകൾ എടുത്ത് മുങ്ങുന്നത് മൂലം ബാങ്കുകൾ പ്രതിസന്ധിയിലായ സമയവുമായിരുന്നു. 6 ലക്ഷം കോടിയായിരുന്നു ആ സമയത്തെ പൊതുമേഖലാ ബാങ്കുകൾക്ക് വായ്പാ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അതൊക്കെ പോട്ടെ, നോട്ട് നിരോധിച്ചു. പുതിയ 2000 രൂപ നോട്ട് വരുമെന്ന വിവരവും ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ നോട്ട് നിരോധനത്തിന് 2 ദിവസം മുമ്പ്, അഥവാ നവംബർ 6 BJPയുടെ പഞ്ചാബ് ലീഗൽ സെൽ കൺവീനറായ സഞ്ജീവ് കാംബോജ് പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ 2000 രൂപ നോട്ടുകളുടെ ബണ്ടിലുകൾ സഹിതം ഒരു ചിത്രം ട്വീറ്റ് ചെയ്തു. ഏതോ ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയതാണ്, വാട്സാപ്പ് ഫോർവേഡാണ് എന്നൊക്കെയായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതായത് മോദിയുടെ നോട്ട് നിരോധനം സായാഹ്ന പത്രക്കാരൻ മുതൽ BJP പ്രവർത്തകർ വരെ മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന് സാരം. എന്നാൽ വളരെ രഹസ്യാത്മകമായി രാജ്യത്തെ വളരെ കുറച്ച് പേർ മാത്രം അറിഞ്ഞ നടപടിയാണ് ഇതെന്നായിരുന്നു റിസർവ് ബാങ്ക് പിന്നീട് വിശദീകരിച്ചത്. നോട്ട് നിരോധനത്തിന് ശേഷം അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്ക് കോടികളുടെ നോട്ടുകൾ സ്വീകരിച്ചത് പിന്നീട് വാർത്തയായതാണ്. ഇന്ത്യൻ കറൻസിയുടെ ഉടമകളായ റിസർവ് ബാങ്ക് തീരുമാനിച്ച് നടപ്പാക്കേണ്ട ഈ പരിപാടി അത്ര രഹസ്യമായിരുന്നില്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന കള്ളപ്പണത്തിന് പിന്നീട് എന്ത് പറ്റിയെന്ന് മനസ്സിലായി കാണുമല്ലോ. നോട്ട് നിരോധന സമയത്ത് റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേലായിരുന്നു. അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റത് സെപ്റ്റംബർ ആദ്യവാരമാണ്. അദ്ദേഹം ചുമതലയേറ്റ് 2 മാസം പൂർത്തിയാകുമ്പോഴേക്കും നോട്ടും നിരോധിച്ചു. നോട്ട് നിരോധനത്തിന് ശേഷം പുറത്തിറക്കിയ 2000, 500 രൂപ നോട്ടുകളിലുള്ളത് ഊർജിത് പട്ടേലിൻ്റെ ഒപ്പായിരുന്നു.
അതിനർത്ഥം അദ്ദേഹം ചുമതലയേറ്റ ശേഷമാണ് നോട്ട് ഡിസൈൻ ചെയ്ത് അച്ചടി തുടങ്ങിയത് എന്നാണ്. ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും നോട്ടുകൾ എങ്ങനെ അച്ചടിച്ചു എന്ന ചോദ്യത്തിന് റിസർവ് ബാങ്കിൻ്റെ മറുപടി 24 മണിക്കൂറും നോട്ടച്ചടി പ്രസ്സുകൾ പ്രവർത്തിപ്പിച്ചു എന്നാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്യോഗസ്ഥനായ രാഹുൽ രത്തലേക്കർ എന്നയാളുടെ ഒരു വീഡിയോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കപിൽ സിബൽ പുറത്തുവിട്ടിരുന്നു. രാഹുൽ രത്തലേക്കർ ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. IB തുടങ്ങിയ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കീഴിൽ വരുന്നതാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് അഥവാ ഒരു കോൺസ്റ്റബിൾ തസ്തികയിലുള്ള ആളായിരുന്നു രാഹുൽ. ആ വീഡിയോയിൽ രാഹുൽ പറയുന്നതായി കപിൽ സിബൽ ആരോപിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. പഴയ നോട്ടുകൾ മാറി നൽകാനുള്ള സമയപരിധി അവസാനിച്ച ശേഷം വിദേശത്ത് അച്ചടിച്ച 3 ലക്ഷം കോടി രൂപയുടെ 2000 രൂപ നോട്ടുകൾ എയർഫോഴ്സ് വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചെന്നും അമിത്ഷായുടെ നേതൃത്വത്തിൽ വൻതോതിൽ പഴയ നോട്ടുകൾ മാറി നൽകിയെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. തികച്ചും അവിശ്വസനീയമായ ഈ വെളിപ്പെടുത്തലിൻ്റെ സത്യാവസ്ഥയെ പലരും ചോദ്യം ചെയ്തു. 3 ലക്ഷം കോടിയുടെ 2000 രൂപ നോട്ടുകൾ എന്നാൽ ഏതാണ്ട് 1500 ടണ്ണോളം വരും. ഇത് കൊണ്ടുവരണമെങ്കിൽ തന്നെ വായുസേനയുടെ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ 20 തവണയെങ്കിലും ഷട്ടിലടിക്കണം. അതും ഇത്ര രഹസ്യമായി കൊണ്ടുവരാൻ കഴിയില്ല. ഈ ആരോപണം ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തില്ല. രാഹുൽ രത്തലേക്കറെ നോട്ട് നിരോധനത്തിൻ്റെ പിറ്റേ വർഷം തന്നെ റോയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്ന ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷണമോ ഒരു പോലീസ് എഫ്ഐആറോ ഉണ്ടായില്ല. കപിൽ സിബൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് സിബലിന് തന്നെ ഉറപ്പുമുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും അത് ഏറ്റെടുത്തില്ല. കപിൽ സിബൽ ആകട്ടെ കോൺഗ്രസ് വിടുകയും ചെയ്തു. ഇന്ത്യൻ കറൻസി ഏതെങ്കിലും കാലത്ത് വിദേശ രാജ്യങ്ങളിൽ അച്ചടിച്ചിട്ടുണ്ടോ? ഉണ്ട്. 97-98 കാലത്താണ് അത്. ചൈനയിലും ഇന്തോനേഷ്യയിലും കെനിയയിലുമാണ് അന്ന് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ അച്ചടിച്ചതെന്നാണ് RBI പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് നോട്ട് അച്ചടിച്ചിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. ദേലാരു എന്ന ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു നോട്ട് അച്ചടിച്ചിരുന്നത്. 1928 നാസിക്കിൽ കമ്മട്ടം തുടങ്ങി. സ്വാതന്ത്ര്യത്തിന് ശേഷം അച്ചടി പൂർണ്ണമായും ഇന്ത്യയിലായി. 97-98 കാലത്ത് അടിയന്തര സാഹചര്യത്തിലായിരുന്നു പുറത്ത് അച്ചടിച്ചത്. കെനിയയിൽ ഒരു സർക്കാർ പ്രസ്സിലാണ് അച്ചടിച്ചതെങ്കിലും ആ പ്രസ് നടത്തിക്കൊണ്ടിരുന്നത് ദേലാരു എന്ന ബ്രിട്ടീഷ് കമ്പനിയായിരുന്നു. ഇതേ ദേലാരു തന്നെയായിരുന്നു ഇന്ത്യയിൽ നോട്ടടിക്കാൻ ആവശ്യമായ പേപ്പറും മെഷീനറിയും മഷിയുമൊക്കെ സപ്ലൈ ചെയ്തിരുന്നത്. ക്രമേണ ഇന്ത്യ നോട്ടച്ചടിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചുവെങ്കിലും 2016 വരെ ദേലാരു ഇന്ത്യക്ക് നോട്ടച്ചടിക്കാനുള്ള പേപ്പറും മഷിയും സെക്യൂരിറ്റി ത്രെഡുമൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. ലോകത്തെ 68 രാജ്യങ്ങളിലെങ്കിലും കറൻസികൾ അച്ചടിക്കുന്ന കമ്പനിയാണ് ഇപ്പോൾ ദേലാരു. ലോകത്തെ ഏറ്റവും പഴയതും. കറൻസി അച്ചടി ആയതുകൊണ്ട് തന്നെ രഹസ്യാത്മകത, സുരക്ഷിതത്വം എന്നിവ അനിവാര്യമാണ്. ആ കമ്പനിയുടെ ഉടമകൾ ലോകത്തെ VIP ലിസ്റ്റിലുള്ളവരുമാണ്. അങ്ങനെയിരിക്കെ 1999 കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനം ഹർക്കത്തുൽ മുജാഹിദീൻ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. ആദ്യം പഞ്ചാബിലെ അമൃത്സറിലും പാകിസ്ഥാനിലെ ലാഹോറിലും ദുബായിലുമെല്ലാം ഈ വിമാനം ഇറക്കിയെങ്കിലും അവസാനം വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്കാണ് കൊണ്ടുപോയത്. ഈ വിമാനത്തിൽ ഒരു VVIP ഉണ്ടായിരുന്നു. മറ്റാരുമല്ല, ദേലാരുവിൻ്റെ അന്നത്തെ ഉടമ റോബർട്ടോ ഗിയോറി. ഇറ്റാലിയൻ വംശജനായ ഗിയോറിക്ക് സ്വിസ് പൗരത്വവും ഉണ്ടായിരുന്നു. $200 മില്യൺ അന്ന് ഭീകരർ ഇന്ത്യയോട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഗിയോറിയെ സംബന്ധിച്ച് അത് വളരെ ചെറിയ തുകയായിരുന്നു. പക്ഷേ ഭീകരർക്ക് റോബർട്ടോ ഗിയോറിയെ അറിയില്ലായിരുന്നു. എന്തായാലും അമൃത്സറിൽ വിമാനം ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അന്നത്തെ വാജ്പേയി സർക്കാർ NSC കമാൻഡോകളെ ഉപയോഗിച്ച് വിമാനം മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ ആ നീക്കം തടഞ്ഞത് സ്വിറ്റ്സർലൻഡ് വിദേശകാര്യമന്ത്രിയുടെ ഇടപെടലായിരുന്നു. ഗിയോറിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒന്നും ചെയ്യരുതെന്ന സ്വിറ്റ്സർലൻഡിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് അന്ന് കമാൻഡോ ഇടപെടലിന് ഇന്ത്യ മുതിരാതിരുന്നത് എന്ന് റോയുടെ അന്നത്തെ തലവനായിരുന്ന AS ദുലാത്ത് പിന്നീട് വെളിപ്പെടുത്തി. അന്ന് ഇന്ത്യ മോചനദ്രവ്യം നൽകുന്നതോടൊപ്പം മൗലാന മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരന്മാരെ മോചിപ്പിച്ച ശേഷമാണ് ഗിയോറി ഉൾപ്പെടെയുള്ള ബന്ദികളെ വിട്ടയച്ചത്. ഭീകരർക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിലെ തിരിച്ചടിയായിരുന്നു ആ സംഭവം. മസൂദ് അസർ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തി ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം തുടങ്ങി. അന്ന് ബന്ദികളെ വിട്ടയക്കാൻ കാണ്ഡഹാറിലേക്ക് പോയതും ഭീകരന്മാരുമായി ചർച്ച നടത്തിയതും ഇന്നത്തെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലായിരുന്നു. ഈ സംഭവത്തിന് ശേഷവും ഗിയോറിയുടെ കമ്പനി ഇന്ത്യക്ക് നോട്ട് അച്ചടിക്കാനുള്ള മഷിയും പേപ്പറും സെക്യൂരിറ്റി ത്രെഡുമെല്ലാം വിതരണം ചെയ്തു പോകും. 2009-2010 കാലത്ത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ചില ബാങ്ക് ശാഖകളിൽ CBI നടത്തിയ റെയ്ഡിൽ വ്യാപകമായി 500-ൻ്റെയും 1000-ൻ്റെയും കള്ളനോട്ടുകൾ കണ്ടെത്തി. RBI തന്നെ തങ്ങൾക്ക് നൽകിയതാണ് ഇതെന്നായിരുന്നു ബാങ്ക് അധികൃതർ പറഞ്ഞത്. RBIയുടെ വോൾട്ടുകൾ പരിശോധിച്ചപ്പോൾ നേരത്തെ ISI ഇന്ത്യയിലേക്ക് കടത്തിയ അതേ കള്ളനോട്ടുകൾ RBIയുടെ കൈവശമുണ്ടെന്നും കണ്ടെത്തി. ഇതോടെ മുമ്പ്, അതായത് 97-98 കാലത്ത് വിദേശത്ത് നോട്ടുകൾ അച്ചടിക്കാനെടുത്ത തീരുമാനം പാർലമെൻറ്റ് കമ്മിറ്റി ചോദ്യം ചെയ്തു. മേലിൽ വിദേശത്ത് നോട്ട് അച്ചടിക്കുന്നതും നോട്ട് അച്ചടിക്കാനുള്ള വിദേശ ഇറക്കുമതി നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു. ഇന്ത്യയിൽ തിരിച്ചറിയാനാവാത്ത കള്ളനോട്ടുകൾ എത്തിയത് വിദേശ കമ്പനികൾ അടിച്ചുകൂട്ടി വിതരണം ചെയ്തതു വഴിയാകാമെന്നായിരുന്നു പാർലമെൻറ്റ് കമ്മിറ്റിയുടെ നിഗമനം.
ഇതേ തുടർന്ന് ദേലാരുവിനെ UPA സർക്കാർ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. എന്നാൽ മോദി സർക്കാരിൻ്റെ കാലത്തും അവർ കരാറുകൾ നേടിയെടുത്തു. ഇതേ ദേലാരു കമ്പനി മോദി പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ദേലാരുവിന് കമ്പനി സ്ഥാപിക്കാൻ മഹാരാഷ്ട്രയിൽ സ്ഥലം അനുവദിച്ചുവെന്ന് ഒരു ശിവസേന MP ആരോപണം ഉന്നയിച്ചു. മോദിയുടെ ബ്രിട്ടൻ സന്ദർശനത്തിൽ ഒരു പരിപാടിയുടെ സ്പോൺസറായി ദേലാരു രംഗത്തെത്തിയെന്ന് ആരോപിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആരോപണത്തെ തുടർന്ന് സ്പോൺസർഷിപ്പിൽ നിന്ന് അവർ പിന്മാറുകയായിരുന്നു. പ്ലാസ്റ്റിക് നോട്ടുണ്ടാക്കാനുള്ള പദ്ധതിയുമായി പിന്നീട് ദേലാരു ഇന്ത്യയിൽ രംഗത്തെത്തിയിരുന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെയാണ് നോട്ട് പൂർണ്ണമായും അച്ചടിക്കുന്നത്. നോട്ട് നിരോധനത്തിന് ശേഷം ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായെങ്കിലും ഇന്ത്യയിലെ മൊത്തം ട്രാൻസാക്ഷൻ്റെയും 60% തുകയും ഇന്ന് കറൻസിയിൽ തന്നെയാണ്. അതായത് വലിയ തുകയുടെ ഇടപാടുകളെല്ലാം കറൻസിയിൽ തന്നെ തുടരുന്നു. ആ ഗാന്ധിത്തലയും നോട്ടിൻ്റെ മണവും ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പ്രിയമാണ്. നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യമായി മോദി പ്രഖ്യാപിച്ചതും പൊതുവെ ജനം മനസ്സിലാക്കിയതും കള്ളപ്പണം ഇല്ലാതാകുമെന്നാണ്. 15.41 ലക്ഷം കോടിയുടെ 500,000 നോട്ടുകളാണ് നിരോധിച്ചത്. ഇതിൽ 15.31 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളും തിരിച്ചെത്തി. നോട്ട് നിരോധനത്തെ തുടർന്ന് പുറത്തിറക്കിയ 2,000 രൂപ നോട്ടുകൾ 2023 പിൻവലിച്ചു. 3.56 ലക്ഷം കോടിയുടെ 2,000 രൂപ നോട്ടുകളാണ് സർക്കുലേഷനിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5,956 കോടി രൂപയുടെ നോട്ടുകൾ ഒഴികെ ബാക്കി മുഴുവൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് പഴയ 500,000 രൂപ നോട്ടുകളിൽ 99.3%, പുതിയ 2,000 രൂപ നോട്ടുകളിൽ 98.33% നോട്ടും തിരിച്ചെത്തി കഴിഞ്ഞു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാവുന്നത്? നോട്ട് നിരോധനത്തിന് മുൻപ് രാജ്യത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നില്ലേ? അതോ കള്ളപ്പണം സൂക്ഷിച്ചത് നോട്ടുകളായല്ല എന്നാണോ? ഇതിനുത്തരം തേടുമ്പോൾ നമുക്ക് മറ്റൊരു നിഗമനത്തിൽ എത്താൻ കഴിയും. നോട്ട് നിരോധനത്തോടെ ലക്ഷ്യം വെച്ച യഥാർത്ഥ ലക്ഷ്യം നേടിയെടുത്തു എന്നാണ്. അതുവരെ കള്ളപ്പണമായി കറൻസികൾ സൂക്ഷിച്ചിരുന്നവർ ആ നോട്ടുകൾ മാറ്റിയെടുത്തു. നോട്ട് നിരോധനത്തിന് ശേഷവും രാജ്യത്ത് കള്ളപ്പണമുണ്ട്. 2024 മാത്രം ED പിടിച്ചെടുത്ത കള്ളപ്പണത്തിൻ്റെ തുക 1.25 ലക്ഷം കോടി രൂപയാണ്. നോട്ട് നിരോധനം എന്ന പരിപാടിയിൽ വിജയകരമായി നടന്ന കാര്യം അതുവരെ ഉണ്ടായിരുന്ന കള്ളപ്പണം വെളുപ്പിച്ചെടുത്തു എന്നത് മാത്രമാണ്.